ഹലോ, നമ്മുടെ പാലക്കാട് യാത്രയിലെ ഡേ 2 കാഴ്ചകളിലേക്ക് സ്വാഗതം. ഏറ്റവും നന്നായി പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത ഒരു ഡേ ആയിരുന്നു ഇത്. തലേന്നത്തെ താമസം മലമ്പുഴ ഡാമിനോട് ചേർന്നുള്ള ഒരു ഹോം സ്റ്റേയിലായതുകൊണ്ട് തന്നെ മലമ്പുഴ ഡാമിന്റെയും പരിസര പ്രദേശങ്ങളുടെയൊക്കെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ ദിവസം നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. കൽപ്പാത്തിയിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. ആദ്യം പോയത് കൽപ്പാത്തിയിലെ ഫേമസ് ആയിട്ടുള്ള കുമരൻ കഫേയിലേക്കാണ്. ഇവിടുത്തെ ഫിൽട്ടർ കോഫിയും വടയും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എല്ലാം തന്നെ വളരെയധികം പ്രശസ്തമാണ്. എന്തായാലും ഓരോ വടയും കോഫിയും കഴിച്ചിട്ട് നമ്മൾ നേരെ വന്നത് കൽപ്പാത്തി രഥോത്സവത്തിന് ഉപയോഗിക്കുന്ന രഥങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്കാണ്. രഥോത്സവം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പോലും വരുന്ന ആളുകൾക്ക് ഈ രഥവും അതിന്റെ കൊത്തുപണികളൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ചുമരുകളൊക്കെ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു റൂമിനകത്താണ് രഥങ്ങളൊക്കെ കീപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രഥങ്ങളും അതിനകത്തുള്ള മണികളും ആ വടവും ഒക്കെ നമുക്ക് പുറത്തുനിന്ന് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി പറ്റി. ചന്തുവിനും അത് വളരെ കൗതുകമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. ഇത്രയും വലിയ രഥം എന്ന് പറയുന്ന ഒരു സംഭവം അവൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. പാലക്കാട് തന്നെ നമ്മൾ ഇന്നലെ വരെ കണ്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ജനവിഭാഗവും അവരുടെ വ്യത്യസ്തമായ രീതികളും സംസാരങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത്. ഭൂരിഭാഗം വരുന്ന ആളുകളും ഇവിടേക്ക് വരുന്നത് ഈ അഗ്രഹാരങ്ങളെ കണ്ടറിയാനാണ്. അതുകൊണ്ട് തന്നെ നമ്മളും കുറച്ചു നേരം ഈ അഗ്രഹാര വീതിയിലൂടെ അങ്ങനെ നടന്നു. ഇനിയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പണ്ടത്തെ സിനിമകളിലൂടെയും ചിത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന അഗ്രഹാരത്തിന്റെ ആ ഒരു സീനാണ് നമ്മൾ പ്രതീക്ഷിച്ചു വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വീടുകളൊക്കെ കുറച്ചൊക്കെ മോഡേൺ വൽക്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പെക്ടേഷന്റെ ആ ലെവലിലേക്ക് എത്തണം എന്നില്ല ഇപ്പോഴത്തെ ന്യൂ കൽപ്പാത്തി അഗ്രഹാരങ്ങളുടെ ആ ഒരു കാഴ്ച എന്ന് പറയുന്നത്. അങ്ങനെ ഈ അഗ്രഹാര വീതിയിലൂടെ നടക്കുന്ന സമയത്താണ് നമ്മൾ മറ്റൊരു ഫേമസ് ഹോട്ടലായിട്ടുള്ള ടേസ്റ്റ് ഓഫ് കൽപ്പാത്തി നമ്മുടെ കണ്ണിൽപ്പെടുന്നത്. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തത്. എന്നാൽ ഈ ഒരു ഏരിയ മൊത്തത്തിൽ ആ ഒരു ബ്രാഹ്മിൻസ് കൾച്ചർ ആ ഒരു രീതി ആയതുകൊണ്ട് അവിടുത്തെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരും അവരുടെ വസ്ത്രധാരണ രീതിയൊക്കെ ഏകദേശം ആ ഒരു ടൈപ്പിലായിരിക്കുമല്ലോ. അതുകൊണ്ട് അമ്പലത്തിന്റെ ഒരു പ്രതീതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് ഓഫ് കൽപ്പാത്തിയിൽ അതുപോലെ തന്നെ കുമരൻ കഫേയിലാണെങ്കിലും ചന്തു കയറാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അവൻ കഴിക്കാനും അവന് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് എന്തോ നമുക്ക് അവിടുന്ന് ടേസ്റ്റ് ഓഫ് കൽപ്പാത്തിന്റെ ആ ഒരു ടേസ്റ്റ് അറിയാൻ അവസരം ഉണ്ടായി. അതുപോലെ ഇവിടെ കണ്ട വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്, പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന പെട്രോമാക്സ് വിളക്കുകൾ ഉണ്ടല്ലോ, അത് കുറെ എണ്ണം ഇവിടെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവരെന്തെങ്കിലും ഫംഗ്ഷൻസ് വരുമ്പോഴൊക്കെ ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നു. അത് റെന്റിന് കൊടുക്കുന്ന കടയാണ് അതെന്ന് തോന്നുന്നു. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെയുള്ള ആളുകൾ അവരുടെ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അച്ചാറുകൾ, വടുകുകൾ, കൊണ്ടാട്ടം അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ റോഡിന്റെ രണ്ട് സൈഡിലും വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വാങ്ങിക്കാം. അങ്ങനെ അവിടെ അമ്പലത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ നിന്ന് ഒരു കരിക്കും കുടിച്ച് 1/2 കിലോ പഴവും വാങ്ങിച്ചിട്ട് നമ്മൾ കൽപ്പാത്തിയോട് വിട പറഞ്ഞു. പിന്നീട് നമ്മൾ നേരെ പോയത് പാലക്കാടിന്റെ എന്നല്ല കേരളത്തിന്റെ തന്നെ ഐക്കോണിക് ഗ്രാമഭംഗിയായിട്ടുള്ള കൊല്ലങ്കോട് കാണാനാണ്. കൊല്ലങ്കോടിന്റെ മനം മയക്കുന്ന കാഴ്ചകളിൽ കുടിലിടത്തിലേക്കാണ് നമ്മൾ ആദ്യം എത്തിയത്. നോക്കത്താ ദൂരത്തോളം പലയിനം നെൽവയലുകളും അതിനിടയ്ക്ക് അവിടിവിടെയായി തലയുയർത്തി നിൽക്കുന്ന ഓരോ തെങ്ങുകളും, ഇതിന്റെ ഒക്കെ ഇടയിലായിട്ട് മുളയൊക്കെ വെച്ചിട്ട് അവര് കുറെ അധികം ഫ്രെയിമുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹാർട്ട് ഷേപ്പിലും റെക്ടാംഗിൾ ഷേപ്പിലൊക്കെ ആയിട്ട് നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാനും അതേപോലെ തന്നെ കുറെ ഏറുമാടങ്ങളൊക്കെ ഇവർ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെവിടായി സ്ഥാപിച്ചിരിക്കുന്ന ചെറിയ ചെറിയ ഓലമേഞ്ഞ പുരകള്, പൂച്ചെടികൾ കൊണ്ട് തീർത്ത വേലിയും, ഇതെല്ലാം ശരിക്കും വിളിച്ചോതുന്നത് പാലക്കാട് കാത്തുവെച്ചിരിക്കുന്ന ആ ഒരു ഗ്രാമഭംഗി തന്നെയാണ്. കേരളത്തിന്റെ തനതായ ആ ഒരു ഗ്രാമ തനിമ നിലനിർത്തുന്ന കൊല്ലങ്കോടിന്റെ ആ ഗ്രാമഭംഗി ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുന്ദരമായ ഗ്രാമങ്ങളിൽ ഒന്നായിട്ട് പോലും തെരഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ കൊല്ലങ്കോടിനെ. മുള കൊണ്ടുള്ള ഇരിപ്പിടങ്ങളോട് കൂടിയ, അതുപോലെ തന്നെ മുകളിലേക്ക് കയറാൻ മുള കൊണ്ടുള്ള ഏണിയൊക്കെ വെച്ചിട്ട് ഒരു 3-4 സ്റ്റേജുള്ള 1-2 ഏറുമാടങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ. നമുക്ക് കയറി വാച്ച് ടവർ പോലെയൊക്കെ നമുക്ക് ചുറ്റും കാഴ്ചകളൊക്കെ ആസ്വദിക്കാം. കുറച്ചു നേരം അവിടെ കയറി ഇരിക്കാം. ശരിക്കും കുട്ടികൾക്ക് പോലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ഞാനിപ്പോ ചന്തൂർ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, പണ്ടൊക്കെ കൃഷിയിടങ്ങളിലൊക്കെ മൃഗങ്ങളൊക്കെ വരുന്നുണ്ടോ അല്ലെങ്കിൽ അതൊക്കെ വീക്ഷിക്കാൻ വേണ്ടിയിട്ടും അവിടെ പണിയെടുക്കുന്ന ആളുകൾക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെയാണ് ഏറുമാടങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നതെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ അവനാണെങ്കിലും ഭയങ്കര കൗതുകത്തോടെ കേൾക്കുന്നുണ്ടായിരുന്നതൊക്കെ. ഇവിടെ വരുന്ന സന്ദർശകർക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ജലചക്രവും അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
നെൽപ്പാടങ്ങളുടെയൊക്കെ ഇടയിലായിട്ട് പ്ലാറ്റ്ഫോമിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 1-2 സ്കൂട്ടറുകള്, പിന്നെ കാളവണ്ടി, കുതിരവണ്ടിയൊക്കെ അവര് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കയറിയിരുന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല കിടിലൻ ലൊക്കേഷനാണ്. വിശാലമായി കിടക്കുന്ന പാടത്തിന്റെ ഇടയ്ക്ക് അവിടെ ഇവിടെയായിട്ട് ഓലമേഞ്ഞ മാടങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഈ സ്ഥലത്തിന് ഇവര് കുടിലിടം എന്ന് പേര് കൊടുത്തിട്ടുണ്ടാവുക അല്ലെ. വിശാലമായ ആകാശത്തിന് കീഴിൽ കുടിലിടത്തിലെ പരന്നു കിടക്കുന്ന നെൽവയലുകളിലെ കാഴ്ചകളും അവിടെയുള്ള മാടങ്ങളിലെ വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് മുതലമട റെയിൽവേ സ്റ്റേഷൻ കാണാനാണ്. വെട്ടം പോലുള്ള നിരവധി സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. ഇവിടം സന്ദർശിക്കാൻ വരുമ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കണം. ഇന്നത്തെ ദിവസത്തെ കാഴ്ചകളിൽ ചന്തുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്പോട്ടായിരിക്കും. കാരണം അവന് ട്രെയിൻ എന്ന് പറഞ്ഞാലും ട്രെയിൻ ട്രാക്ക് എന്ന് പറഞ്ഞാലും അത്ര അധികം ഇഷ്ടമാണ്. ദിവസത്തിൽ വളരെ കുറഞ്ഞ ട്രെയിനുകൾ മാത്രമേ ഈ ഒരു റൂട്ടിലൂടെ പാസ് ചെയ്ത് പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വന്ന സമയത്ത് നമുക്ക് ട്രെയിൻ ഒന്നും കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. അത് മാത്രമായിരുന്നു ചന്തുവിന് ഒരു ചെറിയ നിരാശ. മണിരത്നം, പ്രിയദർശൻ തുടങ്ങിയ സംവിധായകരുടെയൊക്കെ ഒരു കാലത്തെ ഇഷ്ട ലൊക്കേഷൻ ആയിരുന്നു ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ സ്റ്റേഷനിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ പാണ്ടിപ്പട, യാത്രാമൊഴി, വെട്ടം, മേഘം തുടങ്ങി നിരവധി സിനിമകളുടെ സീനുകളാണ് ഇങ്ങനെ മനസ്സിലൂടെ ഓർമ്മ വരും. മുതലമട പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും സമയം ഏകദേശം 12 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. എന്നാൽ പിന്നെ ലഞ്ച് കഴിച്ചിട്ടാവാം ബാക്കി കാഴ്ചകൾ എന്ന് നമ്മൾ വിചാരിച്ചു. കൊല്ലങ്കോട് തന്നെ നമ്മുടെ ഹൃദയം മൂവിയിലൂടെ ഫേമസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് അയ്യപ്പൻസ് ഹോംലി മീൽസ്. അപ്പൊ നമ്മൾ ഉച്ചഭക്ഷണത്തിനായിട്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഉച്ചയൂണ്ട സമയത്തുള്ള തിരക്ക് എന്താണെന്ന് ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോട്ടലിൽ വരണം. നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ ടോക്കൺ സിസ്റ്റം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്തു. ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലായിട്ട് അത്യാവശ്യം സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ട്. നല്ല വൃത്തിയുള്ള തൂശനിലയിലെ തുമ്പപ്പൂ ചോറും അച്ചാറും ഇവിടുത്തെ സ്പെഷ്യൽ മാങ്ങാക്കറിയും അതേപോലെ തന്നെ പൊരിച്ചതൊക്കെയാണെന്നുണ്ടെങ്കിലും അടിപൊളി ടേസ്റ്റിയാണ്. എടുത്തു പറയേണ്ട കാര്യം ഇവിടുത്തെ പ്രൈസ് ആണ്. നമ്മൾ ഈ പറയുന്ന ടേസ്റ്റിനുള്ള വർത്താണ്. വളരെ ചെറിയ എമൗണ്ട് മാത്രമാണ് ഇവിടെ ഈ ഒരു ഊണിനും വറുത്തതിനൊക്കെ വില വരുന്നുള്ളൂ. ചോറും കറികളും ഒക്കെ വീണ്ടും വിളമ്പി തരാനും നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലൊക്കെ വേണമെങ്കിൽ കൊണ്ടുതരാനും പിന്നെ പായസം ഒക്കെ എക്സ്ട്രാ വേണമെങ്കിൽ തരാനൊക്കെ ഇവിടെയുള്ള ചേച്ചിമാരെല്ലാവരും അവരുടെ സർവീസ് അടിപൊളിയായിരുന്നു ശരിക്കും. അങ്ങനെ മാങ്ങാക്കറി എല്ലാം കൂട്ടി കഴിച്ച് വയറും മനസ്സും നിറഞ്ഞ് നമ്മുടെ ഉച്ചയ്ക്ക് ശേഷമുള്ള കാഴ്ചകളിൽ നമ്മൾ ആദ്യം പോകുന്നത് പെരിങ്ങോട്ടുശ്ശേരി കളം കാണാനാണ്. പൈരേലകൾക്ക് നടുവിലൂടെ നീളുന്ന റോഡിലൂടെ സഞ്ചരിച്ച് ആ പാറയിടുക്കുകളും താണ്ടി നമ്മൾ എത്തുന്നത് മലയടിവാരത്തിലാണ്. പെരിങ്ങോട്ടുശ്ശേരി കളവും ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. ഇതിന് ചുറ്റുമുള്ളത് നിറയെ മാവിൻ തോട്ടങ്ങളാണ് കേട്ടോ. ഒരുപാട് മാമ്പഴമൊക്കെ ഇങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കും അതിന്റെ ഫ്രണ്ടിലായിട്ടൊക്കെ വിൽക്കാൻ വെച്ചിട്ടുള്ളത് നമ്മൾ കണ്ടായിരുന്നു. എല്ലാം കൂടെ എവിടെ തിരിഞ്ഞാലും കാളവണ്ടിയും കുതിരവണ്ടിയും ഉണ്ടാവും. ഈ പെരിങ്ങോട്ടുശ്ശേരി കളത്തിന്റെ അടുത്തായിട്ടും ഒരു കുതിരവണ്ടിയുടെ ഭാഗം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലും നമ്മൾ കയറി നോക്കിയിട്ടോ. ഇത്ര വെയിലും ചൂടും ആണെങ്കിലും ഇവിടത്തേക്കുള്ള വഴി ഇടുങ്ങിയതാണ്. എന്നിട്ട് പോലും ടൂറിസ്റ്റ് ബസ്സിലടക്കം നിരവധി ആളുകളാണ് ഈ ഒരു പെരിങ്ങോട്ടുശ്ശേരി കളവും അതിന്റെ ആ ഒരു ഭംഗിയും മലനിരകളുടെ കാഴ്ചയൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. കൊല്ലങ്കോട്ടെ ഫേമസ് ആയിട്ടുള്ള പല ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്കും നമുക്ക് പോകുന്നതിനുള്ള ഒരു ട്രയാങ്കിൾ ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ചെല്ലൻചേട്ടന്റെ ആ കുഞ്ഞി ചായക്കടയുള്ളത്. വിഭവസമൃദ്ധമായ ഊണ് കഴിച്ചിട്ട് അധികം നേരം ആയിട്ടില്ലെങ്കിലും ചെല്ലൻചേട്ടന്റെ ഈ ഒരു കട കണ്ടു കഴിഞ്ഞാൽ ആരാണെങ്കിലും കയറി ഒരു ചായയും പരിപ്പോടെയും കഴിച്ചു പോകും. അത്രയ്ക്ക് ക്യൂട്ടാണ് ആ കട. എന്നാൽ നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് തോന്നിക്കുന്ന മരവും ഓലയൊക്കെ വെച്ച് മേഞ്ഞ് വളരെ ചെറിയത് ഹൈറ്റ് ഒന്നുമില്ലാതെ നമുക്ക് വളരെ കുനിഞ്ഞ് മാത്രമേ അതിനകത്തോട്ട് കയറാൻ പറ്റൂ എന്ന രീതിയിൽ 2-3 ടേബിളും ബെഞ്ചും മാത്രമേ അതിനകത്തുള്ളൂ. പുറത്താണെന്നുണ്ടെങ്കിൽ വളരെ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ബെഞ്ച് കണക്കിനുള്ള ഒരു തിണ്ണയുണ്ട്. അവിടെയും നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം. ഒരുപാട് വർഷം മുന്നേ മുതലുള്ള കലണ്ടറുകളൊക്കെ ഇങ്ങനെ പുക പിടിച്ച കലണ്ടറുകൾ അവിടെ നമുക്ക് ചുമരിൽ തൂങ്ങിക്കിടക്കുന്ന കാണാം. എന്നാൽ പരിപ്പുവട അടിപൊളി ടേസ്റ്റി ക്രിസ്പി പരിപ്പുവടയായിരുന്നു അവിടുന്ന് കിട്ടിയത്. ആ കട നടത്തുന്നതും വളരെ പ്രായം ചെന്ന് നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു അമ്മച്ചിയും ഒരപ്പാപ്പനുമാണ്. പിന്നെ സഹായത്തിന് അവരുടെ ഒരു മോളും ഉണ്ടെന്ന് തോന്നുന്നു. അകത്തിരുന്നാണ് നമ്മൾ പരിപ്പുവടയൊക്കെ കഴിച്ചത്. എന്നിട്ട് പുറത്ത് വന്ന ആ കുഞ്ഞി തിണ്ണയിലും കുറച്ചേരം ഇരുന്നിട്ടാണ് നമ്മൾ പോകുന്നത്. ചെല്ലൻചേട്ടന്റെ ചായക്കടയിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് പ്രകൃതിയെ തന്നെ ആരാധനാമൂർത്തിയായി കാണുന്ന ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രത്തിലേക്കാണ്. പേര് അന്വർത്ഥമാക്കുന്ന പോലെ തന്നെ ഒരു ഭാഗത്ത് വലിയൊരു ചിറയും ക്ഷേത്രത്തിലേക്ക് നീളുന്ന വഴിക്കിരുവശവും വലിയ വലിയ മരങ്ങളും ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായിട്ട് വലിയ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള അരയാൽ മരങ്ങളും ആ വൃക്ഷത്തിന്റെ വേരുകളും ഒക്കെ ചേർന്നിട്ട് ശരിക്കും ഒരു ഇടതൂർന്ന ഒരു പ്രകൃതി ക്ഷേത്രത്തിൻ്റെതായ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് അവിടെ. കോൺക്രീറ്റ് മേൽക്കൂരകളോ ചുമരുകളോ ഇല്ലാത്ത ഒരു ക്ഷേത്രം. ഇവിടുത്തെ വലിയ അരയാൽ വൃക്ഷങ്ങളുടെ ചോലകളും വേരുകളുമാണ് ഇതിന് മേൽക്കൂരയും ചുമരുകളുമാകുന്നത്.
അതുകൊണ്ട് തന്നെ ജാതി മതഭേദമന്യെയാണ് ആളുകൾ ഇവിടെ വന്നിട്ട് ആരാധന നടത്തുന്നത്. രാവിലെ തൊട്ടേ ചന്തു അത്യാവശ്യം വാശിയിലായിരുന്നു ടോയ് വേണമെന്ന് പറഞ്ഞിട്ട്. കൊല്ലങ്കോട് ഭാഗത്തൊന്നും ടോയ് കടയൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് ഒന്ന് കണ്ടത്. അവിടുന്ന് തന്നെ ഒരു ബൈനോക്കുലർ ആള് സംഘടിപ്പിച്ചു. ഇനിയിപ്പൊ കാഴ്ചകളൊക്കെ അതിലൂടെ ആവട്ടെ. ഇവിടെ വരുന്ന വിശ്വാസികൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അതിനോടൊപ്പം മൃഗങ്ങളെ ബലി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കോഴി, ആട് ഇതിനെയൊക്കെ ഇവിടെ വെച്ച് അറുത്ത് നമ്മൾ നോക്കിയപ്പം ആ പരിസരത്ത് തന്നെ അവരത് കുക്ക് ചെയ്ത് കഴിച്ചിട്ടും കൂടിയാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ദൈവത്തെ ആരാധിക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആ ഒരു അരയാൽ വൃക്ഷത്തിന്റെ വേരുകളിൽ നിറയെ വീടുകളുടെ മാതൃകയും തൊട്ടിലുകളൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. വീട് വെക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ആളുകൾ വീടിന്റെ മാതൃക കെട്ടിത്തൂക്കും. കുട്ടികൾ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിന് പ്രാർത്ഥിച്ചിട്ട് ആളുകൾ തൊട്ടിലുകൾ കെട്ടും. ഒരുപാട് തൊട്ടിലുകളും വീടുകളും ഒക്കെ നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇത് വർഷങ്ങളായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ആളുകളുടെ ആഗ്രഹങ്ങളാണ് അവിടെ ആ തൂങ്ങിക്കിടക്കുന്ന ഓരോന്നും. അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മരത്തിന് ചുവട്ടിൽ വെച്ചിട്ടാണ് ഈ മൃഗബലിയും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതൊക്കെ നമ്മൾ വന്നപ്പോഴത്തേക്കും കഴിഞ്ഞു പോയിണ്ടായിരുന്നു ഉച്ചക്ക് മുന്നേ തന്നെ. പിന്നെ ചോരയൊക്കെ അങ്ങനെ അവിടെ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റി നോക്കിയപ്പം. മറ്റൊരു കാര്യം, നമ്മൾ പ്രത്യേകിച്ച് ഒരു വിശ്വാസികളൊന്നും അല്ലെങ്കിൽ പോലും ഇവിടുത്തെ ആ ഒരു ഇടതൂർന്ന അറ്റ്മോസ്ഫിയറിൽ കുറച്ചു നേരം നമുക്ക് അങ്ങനെ കൂളായിട്ട് ഇരിക്കാൻ തോന്നും. നമ്മളും ആ ഒരു അരയാലിന്റെ ചുവട്ടിൽ കുറച്ചു നേരം അങ്ങനെ ഇരുന്നു. പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന അരയാൽ വൃക്ഷങ്ങളും ഇടതൂർന്ന് അതിന്റെ വേരുകളും കാണുമ്പോൾ തന്നെ നമുക്കറിയാം നിരവധി സിനിമാ ലൊക്കേഷനുകളായിരുന്നു ഈ ഒരു ലൊക്കേഷൻ. ഒടിയൻ, കുഞ്ഞിരാമായണം തുടങ്ങിയ സിനിമകളുടെയൊക്കെ രംഗങ്ങൾ നമുക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ ഓർമ്മ വരും. പ്രകൃതി ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി മാവുംതോട്ടങ്ങളൊക്കെ താണ്ടി വയലേലകളിലൂടെ വീണ്ടും മലനിരകളെ ലക്ഷ്യം വെച്ച് നമ്മുടെ യാത്ര ചെന്നെത്തിയിരിക്കുന്നത് താമരപ്പാടത്തിലാണ്. കുടിലിടം പോലെ തന്നെ വ്യത്യസ്ത ഇനത്തിലും നിറത്തിലുമുള്ള നെൽച്ചെടികൾ കൊണ്ട് പൂന്തോട്ടം തന്നെ തീർത്തിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് താമരപ്പാടം. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽവയലുകളും അതിന് ബാക്ക്ഗ്രൗണ്ടിലായി തലയുയർത്തി നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകളുമാണ് ഇവിടുത്തെ കാഴ്ചയെ ഭംഗിയുള്ളതാക്കുന്നത്. ഇപ്പൊ എൻട്രി ഫീ ഒക്കെ വെച്ചുകൊണ്ടാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് ആരായിരിക്കും? ഇവിടുത്തെ കർഷക കൂട്ടായ്മയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. ആരാണെങ്കിലും ഇതൊരു അടിപൊളി ആശയമാണ്. വരുന്ന സന്ദർശകർക്ക് കാഴ്ചയുടെ ഒരു വിസ്മയ ലോകം തന്നെയാണ് ഇവിടം തുറന്നു കൊടുക്കുന്നത്. താമരപ്പാടത്തിനകത്തും താമരക്കുളങ്ങളും ചെണ്ടുമല്ലി തോട്ടങ്ങളും നിരവധിയായിട്ടുള്ള ഫോട്ടോ പോയിന്റുകളും ഇവരിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വയലുകൾക്ക് നടുക്കായി പ്ലാറ്റ്ഫോമിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആനകളും നിരവധി വാച്ച് ടവറുകളും കച്ചി കൊണ്ടൊക്കെ ചെയ്തിട്ട് അതിന്റെ പുറത്ത് LED ബൾബൊക്കെ ചുറ്റിയിരിക്കുന്ന ആർച്ചുകളുമായിട്ട് ഒരുപാട് ഫോട്ടോ ഫ്രെയിമുകളാണ് ഇവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു കർഷകന്റെ ആശയത്തിൽ നിന്നുമുണ്ടായ ഈ ഒരു സ്പോട്ട് ഇന്ന് കൊല്ലങ്കോട് കാണാൻ വരുന്ന സന്ദർശകർക്കൊക്കെ മനം മയക്കുന്ന കാഴ്ചകളാണ് പ്രതിദാനം ചെയ്യുന്നത്. ഏറുമാടങ്ങൾക്ക് സമാനമായി ഉണ്ടാക്കിയിരിക്കുന്ന വാച്ച് ടവറിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താമരപ്പാടത്തിന്റെ ആ ഒരു വ്യൂവും മലനിരകളുടെ ആ ഒരു കാഴ്ചയും പറഞ്ഞറിയിക്കാനാവാത്ത ഒരു പ്രതീതിയാണ് നമുക്ക് തരുന്നത്. നമ്മൾ ഈ താമരപ്പാടത്തിന്റെ അവിടെ നിൽക്കുമ്പോൾ തന്നെ സൂര്യരശ്മികളൊക്കെ നെൽച്ചെടികളിൽ തട്ടിയിട്ട് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അവിടെ. എന്തായാലും നമുക്ക് അതൊന്നും ഒരുപാട് നേരം ആസ്വദിക്കാൻ സമയമില്ല. നമുക്ക് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് സൂര്യാസ്തമയം ആ പാറക്കെട്ടിന് മുകളിലുള്ള പല്ലാവൂർ വാമല മുരുകൻ ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് തന്നെ ഇന്നത്തെ സൂര്യാസ്തമയം ആസ്വദിക്കണം. അതുകൊണ്ട് നമ്മൾ നേരെ വണ്ടിയെടുത്ത് വേഗം വിടുകയാണ് പല്ലാവൂർ.
പ്രകൃതി ഭംഗി കൊണ്ടുകൂടി പ്രശസ്തമായിരിക്കുന്ന ഈ ഒരു മലമുകളിലെ ക്ഷേത്രത്തെ നമ്മൾ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. കാരണം കുഞ്ഞിരാമായണം സിനിമയിലൂടെ നമ്മൾക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു ക്ഷേത്രം ലൊക്കേഷൻ കൂടിയാണ് ഈ പല്ലാവൂർ വാമല ക്ഷേത്രം. വലിയൊരു കുന്നുപോലെ പരന്നു കിടക്കുന്ന ഈ ഒരു പാറയ്ക്ക് മുകളിലാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാറയിലൂടെ വേണം നമ്മൾ നടന്ന് അമ്പലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. എന്തായാലും നമ്മളെ നിരാശപ്പെടുത്തിയില്ല. നമ്മൾ എത്തിയിട്ടും ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് സൂര്യൻ അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ എടുക്കുന്നത്. നമുക്കൊരു 1.5 മണിക്കൂർ ഈ ഒരു അമ്പലത്തിന്റെ പരിസരത്ത് ചെലവഴിക്കാനും സൂര്യാസ്തമയം വളരെ ഭംഗിയായിട്ട് തന്നെ ആസ്വദിക്കാനും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര സൂര്യാസ്തമയങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ കാണുന്ന ആ ഒരു ലൊക്കേഷനെ വെച്ചിട്ട് ഓരോ അസ്തമയവും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടുന്ന് നമ്മൾ ആസ്വദിച്ച ആ ഒരു സൂര്യാസ്തമയം വയലേലകളെയും മലനിരകളെയും സാക്ഷി നിർത്തി ചുവന്ന് തുടുത്ത ഒരു ആകാശത്തെ ബാക്കിയാക്കി സൂര്യൻ അസ്തമിച്ചു പോകുന്ന ആ ഒരു കാഴ്ച, അത് ശരിക്കും നമ്മുടെ ഈ ഒരു പാലക്കാടൻ യാത്രയുടെ 2ാമത്തെ ദിനത്തിൽ നമ്മൾ അർഹിക്കുന്ന തരത്തിലുള്ള ഏറ്റവും സുന്ദരമായ ഒരു സൈനിങ് ഓഫ് ആയിരുന്നു. ഒരു മനോഹരമായ സായാഹ്നം. നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു പിടി പാലക്കാടൻ ലൊക്കേഷൻസ് ഒക്കെ കവർ ചെയ്തിട്ട് നമ്മൾ 2ാം ദിനം അവസാനിപ്പിക്കുകയാണ്. നാളത്തെ രാവിലെ വീണ്ടും കാണാം. ബൈ.